നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ സദ്യയിൽ സാധാരണയായിട്ട് മധുരക്കറിയുണ്ട്. ഇത് പൈനാപ്പിൾ വരട്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു മധുരക്കറിയാണ്. ഇതെപ്പോൾ തയ്യാറാക്കിയാലും എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്ന ഒരു ഡിഷാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു പൈനാപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മളിത്. ഇതിൻ്റെ മുള്ളും എല്ലാം കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇത് ശർക്കര 300 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണിത്. നെയ്യ് വേണം 1 ടേബിൾ സ്പൂൺ. ഇത് തേങ്ങ ചിരവിയത് ഒരു നുള്ള് കടുകും കൂടിയും ചേർത്ത് ഒന്ന് ഒതുക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി വേണം നമുക്ക്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് വേണം പാകത്തിന്. ഇനി നമുക്ക് വേണ്ടത് നെയ്യിൽ വറുത്ത കിസ്മിസാണിത്, അതുപോലെ തന്നെ നട്ട്സ്, പിന്നെ തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് കുറച്ച് മുളകും ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി നെയ്യിൽ വറുത്ത് നമുക്ക് ചേർക്കണം. ഈ പൈനാപ്പിൾ മധുരക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് പൈനാപ്പിൾ തൊലി കളഞ്ഞ് മുള്ളൊക്കെ മാറ്റി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് പൊടി പോലെ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. വെള്ളമൊന്നും എക്സ്ട്രാ നമ്മൾ ചേർക്കരുത്. പൈനാപ്പിളിൻ്റെ ഈ വെള്ളം തന്നെ ഉണ്ടല്ലോ, ഇതിൽ കിടന്ന് ഇത് വെന്ത് വെള്ളമെല്ലാം പറ്റി വെന്ത് കിട്ടണം നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കണം. നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെള്ളം പറ്റി കിട്ടുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ പൈനാപ്പിളിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമ്മളിത് 300 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണിത്. ഇതും ചേർക്കാം. ഈ ശർക്കരയിലെ വെള്ളവും കൂടിയും കുറച്ചൊന്ന് പറ്റുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ശർക്കര ചേർത്തിട്ട് കുറച്ച് സമയമായി. ഇത് കുറച്ചൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. തേങ്ങ ചിരവിയത് ഒരു നുള്ള് കടുകും കൂടിയും ചേർത്ത്, വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഒന്ന് ഒതുക്കി വെച്ചേക്കുന്നതാണിത്. ഒരു പൈനാപ്പിളിന് 300 ഗ്രാം ശർക്കരയും അതുപോലെ ഒരു തേങ്ങ ചിരവിയതുമാണ് അതിൻ്റെ കണക്ക്. ഇനി ഈ തേങ്ങയിലെ വെള്ളമെല്ലാം വലിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് കിട്ടണം. ഈ കറി ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലേ പോലും പുറത്തിരിക്കുന്ന കറിയാണ്. അപ്പം ഈ തേങ്ങയിലെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ള വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടണം നമുക്ക്, എന്നാലാണ് പുറത്തിരുന്നാൽ കേടാകാതിരിക്കുകയുള്ളൂ. നമ്മൾ തേങ്ങ ചേർത്തിട്ട് അതിലെ വെള്ളവും കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നട്ട്സ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. അതുപോലെ കിസ്മിസ്, ഇതെല്ലാം നെയ്യിൽ വറുത്ത് കോരി വെച്ചതാണ്. പിന്നെ തേങ്ങാക്കൊത്തുണ്ട്, ഇതും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും, ഇതും നെയ്യിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ചതാണ്, ഇതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ വരട്ടി നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഓണത്തിൻ്റെ സദ്യയിലുള്ള മധുരക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് പകർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് പൈനാപ്പിൾ വരട്ടി തയ്യാറാക്കുന്ന ഒരു മധുരക്കറിയാണ്. ഇത് ഓണസദ്യയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരക്കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.